ആധാര പകർപ്പുകൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി സംസ്ഥാനത്താകെ 2025 ഡിസംബറോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്ട്രേഷൻ വകുപ്പിൽ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ആധാരങ്ങളുടെ ഡിജിറ്റൽ പകർപ്പുകൾ അപേക്ഷകർക്ക് ഓൺലൈനായി ലഭ്യമാക്കുന്നതിന്റെ ഉദ്ഘാടനവും ജില്ലാതല പ്രഖ്യാപനവും തലശ്ശേരി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2025 ഡിസംബറിന് മുമ്പ് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതി പ്രകാരം ഓൺലൈൻ ഫീസ് അടച്ച് ഓൺലൈനായി തന്നെ പകർപ്പ് ഡൌൺലോഡ് ചെയ്യാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് എന്നീ ജില്ലകളിൽ സേവനം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടെന്നും കണ്ണൂരും ഈ ശ്രേണിയിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തബാധിതർക്ക് ഭൂമി സംബന്ധിച്ച ആധാരങ്ങളും നഷ്ടപ്പെട്ടതിനാൽ രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സൗജന്യമായി ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചു. ഇതിന് 2025 മാർച്ച് 31 വരെ പ്രാബല്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പറയാൻ പറ്റുമെന്ന് രജിസ്ട്രേഷൻ ഐ ജി ശ്രീധന്യാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഐ ജിയാണ്. അവരുടെ വിവാഹം എഴുതത്ത് അതിൻ്റെ സാക്ഷ്യം വഹിക്കുകയും ആ ചടങ്ങിൽ പങ്കെടുത്ത് രണ്ടാഴ്ച അപ്പോൾ പങ്കെടുക്കാൻ സംസാരിച്ചത് ലളിതവൽക്കരിക്കും. അനാവശ്യമായ സാമ്പത്തിക ദുർവിനിയോഗം സംഘടിപ്പിച്ചതും ആവശ്യമില്ല. അതിനെ ജനങ്ങൾക്ക് ലഭ്യമാകാൻ കഴിയുന്ന ഓരോ കാര്യങ്ങളും ഇതാണ്. രജിസ്ട്രേഷൻ ഓഫീസിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സേവനങ്ങളൊന്നാണ് സാക്ഷ്യപ്പെടുത്തിയ ആധാര പകർപ്പുകൾ. ആധാരങ്ങൾ തിരഞ്ഞെടുക്കാനും ആവശ്യമായ ഉദ്യോഗസ്ഥർ ഹാജരാക്കി ഫീസടച്ച് പകർപ്പ് ലഭ്യമാക്കാനും വലിയ കാലതാമസം മുതലുകളും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിന് പരിഹാരം കാണാൻ രജിസ്ട്രേഷൻ പരിഹാരമാക്കുക. ഇതുപോലെ ഓൺലൈനായി ഫീസ് അടച്ച് ഓൺലൈനായി തന്നെ പകർപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ്. ചടങ്ങിൽ ഡിജിറ്റൽ ആധാര പകർപ്പുകളുടെ വിതരണവും നടന്നു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു. ഡിജിറ്റലൈസേഷൻ പോലുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ നടപ്പിലാക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയാണെന്ന് സ്പീക്കർ പറഞ്ഞു. തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ മുഖ്യാതിഥിയായി. മുനിസിപ്പൽ കൌൺസിലർ ഫൈസൽ പുനത്തിൽ, രജിസ്ട്രേഷൻ ജോയിന്റ് IG PK സാജൻ കുമാർ, കോഴിക്കോട് ഉത്തരമേഖല DIG OA സതീഷ്, തലശ്ശേരി തഹസിൽദാർ M വിജേഷ്, ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് MK ബാബുരാജ് എന്നിവർ സംസാരിച്ചു.